നമ്മോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് അമ്മാ ബഅദ്. എല്ലാവരും, ഞാൻ പ്രസംഗിക്കാൻ വന്നതല്ല, ഞാൻ സയ്യിദുൽ ഉലമയുടെ പ്രസംഗം കേൾക്കാൻ വന്നതാണ്. എല്ലാവരും ഒന്ന് ഇത്രയും ദീർഘനേരം ഇരുന്ന ഒരു സദസ്സ് റബീഉൽ അവ്വൽ വിട പറയുകയാണ്. വലിയ സാന്നിധ്യമായി ധാരാളം സയ്യിദന്മാരുണ്ട്. നമുക്കൊരല്പനേരം, ഞാനൊരു 15 മിനിറ്റ് കൂടുതൽ സംസാരിക്കില്ല. എല്ലാവരും ഒന്ന് ഇരുന്ന് അമർന്ന് ഈ റബീഉൽ അവ്വൽ വിട പറഞ്ഞിന് അടുത്ത റബീ വരുമ്പോൾ ആ പറ കാണാൻ നമ്മളുണ്ടാകുമോ എന്നൊന്നും ആർക്കും അറിയില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, നോറൊക്കെ പറഞ്ഞ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാനിതിൻ്റെ ഒരു പ്രഭാഷകനല്ല. സത്യം പറഞ്ഞാൽ സയ്യിദുൽ ഉലമയുടെ പ്രസംഗം കേൾക്കാൻ വന്നാണ്. കാരണം സയ്യിദുൽ ഉലമയുടെ പ്രസംഗം 1 മണിക്കൂർ ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് ഒരാണ്ട് വാത് പറയാൻ അത് മതി. വേറെ പിന്നെ റെഫറൻസിൻ്റെ ആവശ്യമില്ല. ഞാനതൊരു മുഖസ്തുതി പറയുന്നല്ല. ഇന്ന് ആ പ്രസംഗം ശ്രദ്ധിച്ച് കേട്ട എല്ലാവർക്കും അറിയാം എത്ര ആഴത്തിലാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅയെ മഹാനായ സയ്യിദ് അവറുകൾ അടിസ്ഥാനപരമായി തെളിവുകളോടെ ഏത് സാധാരണക്കാരനും സരളമായി മനസ്സിലാകും വിധം നമ്മോട് പറഞ്ഞത്. ഏറ്റവും അവസാനമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅ പറഞ്ഞ്, പിന്നെ ദുനിയാവിനെ പറഞ്ഞ്, പിന്നെ തസ്കിയത്ത് പറഞ്ഞ്, അവസാനം ഔറാദുകളും അഅ്മാലുകളും പറഞ്ഞ്, പിന്നെ ഒരു ദുആ ചെയ്ത് ജാമിയും മാനിയുമായൊരു പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ കിട്ടിയ നമ്മൾ ഭാഗ്യവാന്മാരാണ്. വല്ലപ്പോഴും ഒന്ന് അടുത്ത് കിട്ടുമ്പോൾ സ്നേഹത്തോടെ ഉപദേശിക്കാനും അവസാനം പോകുന്ന സമയത്തൊരു കാരണവരെ പോലെ, പിതാവിനെ പോലെ തോളത്ത് തലോടി പരലോകത്തേക്കുള്ള ഒരു പാതയത്തെ പറഞ്ഞു തരാനും നമുക്കൊരു നേതാവ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ജീവിതത്തിലെ വലിയ സുഹൃതമാണ്. അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. സയ്യിദുൽ ഉലമയുടെ പാണ്ഡിത്യം അതാണ്. ഇമാം സുബക്കി തങ്ങളുടെ ആ ഇബാറത്ത് പറയുമ്പോൾ ഞാനതിനെ ഒപ്പം വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ കൊല്ലത്ത് വരുമ്പോഴൊക്കെ ഈ വിനീതൻ്റെ സ്ഥാപനമുണ്ട്, ഹംദാൻ ഫൗണ്ടേഷൻ. അവിടെ കുട്ടികൾക്ക് ഞാനൊരു 2 മണിക്കൂർ സയ്യിദുൽ ഉലമയുടെ കൂടെ സയ്യിദുൽ ഉലമയുടെ ഒരു ദറസ് വെക്കും. കുട്ടികൾക്ക് അങ്ങനെ ഒരു ശിഷ്യബന്ധം കിട്ടട്ടെ. യഥാർത്ഥത്തിൽ ആ 1 മണിക്കൂർ ദറസ് കേൾക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വരവ്, അത് എപ്പോഴാണ് റെഫർ ചെയ്യുന്നത്, എപ്പോഴാണ് മുത്താല ചെയ്യണമെന്നൊന്നും അറിയില്ല. അത്രമേൽ വലിയ ആഴത്തിലുള്ള, ഞാൻ മഹാനായ സയ്യിദുൽ ഉലമയുടെ മുത്താലയുടെ തബഖുറിൽ അത്ഭുതപ്പെട്ടു നിന്നിട്ടുണ്ട്. ഞാൻ അത്ര വലിയൊരു പണ്ഡിതനോ വലിയ മുത്താല ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ആ ഒരു വലിയ പാണ്ഡിത്യത്തെ ഇന്ന് അനുഭവിക്കാൻ, നേരിട്ട് അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് കച്ചവടക്കാരെ ഈ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ചിലപ്പോൾ വലിയ താളവും ഈണവും ഒന്നും ഉണ്ടാവില്ല വാദന്മാരെ പോലെ. പക്ഷെ ആ ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ, 1 വർഷം ആലോചിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തീരില്ല. അത്ര വലിയ ആത്മീയതയിലേക്കാണ് മഹാനായ സയ്യിദ് അവറുകൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. അള്ളാഹു മഹാനവറുകളുടെ തണലിൽ അള്ളാഹു നിലനിൽക്കാൻ തൗഫീക്ക് നൽകട്ടെ. അജ്മാൻ SKSSF ഈ സമർപ്പിത യൗവനത്തിൻ്റെയും സുഹൃത സൗഭാഗ്യത്തിൻ്റെയും ഒരു പഞ്ചാക്ഷരമാണ് SKSSF എന്ന് പറയുന്നത്. അതൊരു കേവലം എഴുത്തുകളുടെയോ വാക്കുകളുടെയോ അല്ല, ലോകം മുഴുവനും അതൊരു സമർപ്പിത യൗവനമാണ്. ദീനിനു വേണ്ടി സമർപ്പിച്ചവർ, ഏത് സമയത്തും വിളിക്കുത്തരം നൽകുന്നവർ, എപ്പോൾ വേണമെങ്കിലും മറ്റൊരുവിന് വേണ്ടി ഞങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു എന്ന് പറയുന്നവർ, അതൊരു വലിയ ചരിത്രത്തിൻ്റെ ഇടപെടലുകളിലൂടെ കടന്നുപോയവരാണ്. അതൊരു 1 നൂറ്റാണ്ട് നമ്മുടെ ആദർശ രംഗത്ത് നമുക്ക് കാവലിരുന്ന വഴിവിളക്കുകൾക്ക്, ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ പട്ടാളക്കാരെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് പോലെ
നമ്മുടെ ആദർശ പരിശുദ്ധിക്ക് കാവലിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ബഹുമാനപ്പെട്ട കണ്ണിയത്തോര് ഇന്ന് സയ്യിദുൽ ഉലമയിൽ എത്തി നിൽക്കുന്ന നമ്മുടെ ആദർശ പരിശുദ്ധിയിൽ പുഴുക്കുത്ത് കയറി വരാതെ കാവൽ നിന്ന വലിയൊരു പടയണിക്ക് സംരക്ഷണത്തിന്റെ കവചമൊരുക്കിയ ഒരു മഹാവിദ്യാർത്ഥി പടയണിയാണ് SKSSF. അതിൻ്റെ ഒരുക്കുന്ന കവചം, ഒരു സുരക്ഷിത ബോധം, ഒരു സംരക്ഷിത കവചം, അത് വളരെ വലുതാണ്. കൊൽക്കത്തയിലത് ചരിത്രം തീർത്തു. ഞാൻ ഷുഹൈബ് അങ്ങളോട് പറയായിരുന്നു, വരാതിരുന്നത് വലിയ സങ്കടമായി പോയി. അത് കണ്ടപ്പോൾ കൊൽക്കത്തയിൽ എത്തണമെന്ന് തോന്നി. അത്ര വലിയ ചരിത്രത്തെ നമുക്ക് കേരളത്തിൻ്റെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ നിൽക്കാനും ഇതിനു വേണ്ടി പണിയെടുക്കാനും കണ്ടെത്തുന്ന സമയം അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാക്കി തീർക്കട്ടെ. ആ നിൽക്കണവരൊക്കെ ഒന്നിരുന്നോളി. തങ്ങൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രസംഗിക്കാൻ പാടില്ല. നേരത്തെ ഡോക്യുമെൻ്ററിയുടെ അവസാനം ഷുഹൈബ് അങ്ങൾ നിന്നവരും മിണ്ടരുതിനി ആരും. ഷുഹൈബ് അങ്ങളുടെ ഒരു ആംഗ്യമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഒരു മെസ്സേജാണ്. ഇനി കൂടുതൽ ആരും പ്രസംഗിക്കേണ്ട, നിർത്തി പോവാനാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ ഉണ്ടെങ്കിൽ 2-3 ദിവസമായിട്ട് പനി പിടിച്ച്, ഇന്നലെ അസതി എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല, നോക്കട്ടെ. പനി പിടിച്ച് ഡോക്ടർ വന്ന് റെസ്റ്റ് എടുക്കാൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഫ്ലാറ്റിൽ റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഷുഹൈബ് അങ്ങൾ വിളിച്ചിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിരുന്നു, എൻ്റെ പേരൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് സയ്യിദുൽ ഉലമയുടെ പ്രസംഗവും കേൾക്കാം. അതൊരു വലിയൊരു മുതലാണ്. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ വിമർശനങ്ങളുടെ കൂരമ്പുകളുടെ നടുവിലും എനിക്കിതൊരു പ്രശ്നമല്ലെന്ന് വെറുതെ നമ്മുടെ മുമ്പിൽ മന്ദഹസിച്ച് പറയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ തേങ്ങുന്ന ഒരു ഹൃദയമുണ്ട്. മുത്ത് റസൂൽ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയ ആ കപ്പലിൻ്റെ ഉള്ളിൽ, കപ്പിത്താൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നൊമ്പരമുണ്ട്. ആ നൊമ്പരങ്ങൾക്കൊന്നും നമ്മൾ കാരണമാവാതിരിക്കാൻ, നമ്മുടെ ആക്കിബത്ത് മോശമാകാതിരിക്കാൻ നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ നോക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബോർ നമ്മൾ കേൾപ്പിച്ചിട്ട് പോയ ആ മഹാ കണ്ണിയുണ്ട് മദീനയിലേക്കെത്താൻ. അങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും എനിക്ക് തങ്ങളുമായി കുറച്ചുകൂടി അടുത്ത് ഇടപഴകുന്ന ആളെയാണ്, കുറച്ചുകൂടി അടുത്തിടപെടുന്ന ആളാണ്. എൻ്റെ സ്ഥാപനത്തിൽ വന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ റൂമിൽ തങ്ങൾ ചിലവഴിക്കും. തങ്ങളെ അറിയണമെങ്കിൽ തങ്ങളെ പേഴ്സണലായിട്ട് അടുത്തറിയണം, വളരെ അടുത്ത്. ഇത്രയൊരു ശുഭങ്ങൾക്കറിയാം, ഇത്രയൊരു പച്ച സാധു എൻ്റെ അടുക്കൽ വന്ന തമാശയൊക്കെ കേട്ടാൽ ഞങ്ങൾ മണിക്കൂറുകളോളം ചിരിച്ചിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. സഹോദരങ്ങളെ, നമുക്കെന്താ ഉള്ളൂ? നമുക്കൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ഈ മദീനയിലോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തെ നിലനിർത്താൻ നമുക്ക് കഴിയണം, അവിടത്തേക്ക് എത്താൻ നമുക്ക് കഴിയണം. മരിക്കുന്നതിന് മുമ്പ് ഈ റബീന്റെ പൊന്നമ്പിളി തിങ്കൾക്കല അവസാനിച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ അടുത്ത റബീ വരുമ്പോൾ ഞാനുണ്ടോ എന്നറിയില്ല. എൻ്റെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ എത്ര ബാക്കി എന്നെനിക്കറിയില്ല. അടുത്ത വസന്തം കാണുമോ, അടുത്ത തിരുപ്പിറവിൽ ഞാൻ ഉണ്ടാകുമോ, ഒരശറക്ക പാടാൻ ഞാൻ ഉണ്ടാകുമോ അറിയില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇരിക്കുന്ന സദസ്സ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ സദസ്സാണ്. ധാരാളം സദസ്സ് ഐക്യരാഷ്ട്ര സഭയിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു യോഗം നടക്കുന്നുണ്ടാവും. പക്ഷെ അതിനേക്കാൾ ഏറ്റവും അഫ്ളലായ സദസ്സ് അജ്മാൻ SKSSFന്റെ സദസ്സാണ്. എന്തുകൊണ്ട്? പൂക്കോയ തങ്ങൾ പറഞ്ഞതുപോലെ ലോകത്ത് ധാരാളം വെള്ളമുണ്ട്, ഫിജി വാട്ടറൊക്കെ ഉണ്ട്, ഏറ്റവും വില കൂടിയ വാട്ടറുണ്ട്. പക്ഷേ ഒരു വെള്ളത്തിന് പ്രത്യേകത കിട്ടാൻ കാരണം ഹബീബിന്റെ വിരലിൽ കൂടി വന്ന വെള്ളമായത് കൊണ്ടാണ് ആ വെള്ളം ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളമായത്. ലോകത്ത് ധാരാളം കവിതകൾ ഉണ്ടായിട്ടുണ്ട്. ആ കവിതകൾ മനുഷ്യനും മാസ്മരികമായും മയക്കുന്ന കവിതകളുണ്ട്. പക്ഷെ ആ കവിതകൾക്കപ്പുറം ബിതോവന്റെ മൂൺലൈറ്റ് ഓഫ് സാറ്റയേക്കാളേറെ ബുറുദ ഏറ്റവും മനോഹരമായത്. ലോകത്ത് ധാരാളം പ്രണയകാവ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിനേക്കാളേറെ ബുറുദ എന്തുകൊണ്ടാണ് അഫ്ളലായത്? എല്ലാവരും എന്തുകൊണ്ടാണ് ബുറുദ പാടുന്നത്? തങ്ങൾ പറഞ്ഞു പ്രസംഗം കഴിഞ്ഞ് ഒരു അശറക്ക പാടിയിട്ട് നമുക്ക് പോകാൻ. എന്തുകൊണ്ട് അശറക്ക? എന്തുകൊണ്ട് ബുറുദ? ആ ബുറുദ ലോകത്തിലെ ഏറ്റവും വലിയ കാവ്യമാകാനുള്ള കാരണം ആ ബുറുദയിലെ ഒരു വരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പറഞ്ഞ വരിയായതുകൊണ്ടാണ് പ്രണയകാവ്യങ്ങളുടെ ചരിത്രങ്ങളിൽ ബുറുദയെ താണ്ടാൻ മറ്റൊരു പ്രണയകാവ്യത്തിന് കഴിയാത്തതും ഇനി കഴിയില്ലാത്തതും. എന്തുകൊണ്ട്? അത്രയും എഴുതിയിട്ട് ഇമാം ബൂസൂരി റഹിമഹുല്ല തൂലിക ചലിക്കാൻ കഴിയാതെ നിൽക്കുമ്പോ ആ സമയത്താണ് ആ പദ്യത്തെ പൂർത്തീകരിച്ചത്. ബുറുദ എന്ന് പറഞ്ഞത് പരിഹസിക്കാനുള്ളതല്ല, നിഷേധിക്കാനുള്ളതല്ല. അതിലെ ഒരു വരി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത വരിയൻ
അത് പൂർത്തീകരിച്ചത് വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരമിസ്ര ബുറുദയിലുള്ളത് കൊണ്ടാണ് പ്രണയകാവ്യങ്ങളിൽ ബുറുദ ഏറ്റവും അത്യുന്നതമായത്. ധാരാളം സദസ്സുണ്ട്, പക്ഷെ ഈ സദസ് ഉന്നതമാവാൻ കാരണം ഈ സദസ്സിൽ അള്ളാഹുവിന്റെ റസൂൽ ഉള്ളത് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം. അങ്ങ് എവിടെയുണ്ടോ അവർക്ക് ശിക്ഷയില്ല, അങ്ങ് എവിടെയുണ്ടോ അവർക്ക് കോപമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചിത്രം വെക്കണമെന്നല്ല. നമ്മുടെ കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെങ്കിൽ, ചെറുപ്പക്കാരെ, യുവാക്കളെ, ഇവിടെ ധാരാളം ദഫ് മുട്ടുന്ന കുട്ടികൾ വരുന്നത് കണ്ടു. നിങ്ങളൊക്കെ SKSFന്റെ അടുത്ത തലമുറയാണ്. നിങ്ങൾ ഇത് വാങ്ങിക്കാനല്ല, നിങ്ങൾ അടുത്ത കണ്ണിയൻ. എന്റെ യുവാക്കളോട് SKSFന്റെ പുറകിൽ നിൽക്കുമ്പോ, യഥാർത്ഥത്തിൽ ഈ സദസ്സിൽ നിൽക്കുമ്പോ വഅന്ത ഫീഹി നബിയെ, അങ്ങ് അവരുടെ കൂടെയുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ ഇല്ല. ഉണ്ടോ? നബി നമ്മുടെ കൂടെ ഉണ്ടോ? ഇല്ല. പിന്നെ എവിടെയാണ്? വഫീ ഖുലൂബിനാ വഫീ ഫുആദിനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഹബീബായ നബിതങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നബിതങ്ങളുണ്ടോ? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ചുവരിലുണ്ട്, യേശുക്രിസ്തുവിന്റെ ഫോട്ടോ ചർച്ചിലുണ്ട്, ഹബീബിന്റെ ഫോട്ടോ മുസ്തഫ ആഷിഖോങ്കി സീനോമേ, അള്ളാഹുവിന്റെ റസൂലിന്റെ ചിത്രം എന്റെ നെഞ്ച് പിളർന്നാൽ അതിന്റെ ഉള്ളിലുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ കൽബിന്റെ ഉള്ളിൽ ഉണ്ടോ? ഇല്ല, കൽബിന്റെ ഉള്ളിലില്ല. നമ്മുടെ കൽബിന്റെ ഉള്ളിലുള്ള ആളുകളൊക്കെ ഇപ്പൊ പൊട്ടിച്ചെറിയ വിഗ്രഹങ്ങളായി. നമ്മൾ വലിയ ആളുകളായി കണ്ടവരൊക്കെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ വെളിപോയി. അവരാരും നമ്മൾ വലിയ ആളുകളായി കണ്ടത്, ചുവരിൽ ഒട്ടിച്ചു വെച്ചവര്, നമ്മൾ അവരുടെ ഫാൻസുകളായത്, ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അവരുടെ മുഖങ്ങളെല്ലാം പൊയ്മുഖങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ, നൂറ്റാണ്ട് ഇത്രമേൽ കടിഞ്ഞു പോയിട്ടും, 14 നൂറ്റാണ്ട് കടിഞ്ഞു പോയിട്ടും ഇന്നേ വരെ ഒരാളും പോലും, യുക്തിവാദികൾ, കേരളത്തിന്റെ യുക്തിവാദികൾ പറയുന്നത് മാറ്റി നിർത്തട്ടെ, ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് അവർ പറയുമ്പോ, ശൈശവ വിവാഹത്തെ കുറിച്ച് പറയുമ്പോ, ഹബീബായ നബി തങ്ങളോട് ഏറ്റവും വൈരാഗ്യമുള്ള സമൂഹമാണ് 6-ാം നൂറ്റാണ്ടിലെ അബൂജഹലും ഉത്തുബത്തും ശൈബത്തും. അവര് പോലും ആയിഷ ബീവിയെ ചേർത്ത് അങ്ങനെ ഒരു ആരോപണം പറഞ്ഞിട്ടില്ല. പിന്നീട് വന്നവരാരും ഈ അടുത്ത കാലത്താണ് ആ കാലത്ത് അതൊരു പാപമോ അശ്ലീലതയോ ആയി ആരും അത് കണക്കാക്കിയിരുന്നില്ല. ഒരു നാട്ടു സമ്പ്രദായമായിരുന്നു. ഇന്നുള്ള ആളുകളാണ് അത് പറയുന്നത്. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആലയുടെ പിതാവ് ഇതേവരെ പരാതി പറഞ്ഞിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമ്മു റുമാൻ റളിയല്ലാഹു തആല പരാതി പറഞ്ഞിട്ടില്ല. ആയിഷ ബീവിക്ക് പരാതിയില്ല. ഇത്രയും നാൾ ഞാൻ ജീവിച്ചിട്ട് എന്റെ ഭർത്താവ് ഇങ്ങനെ എന്നോട് പെരുമാറി, കാന ഖുലുഖുൽ ഖുർആൻ, ആ പരാതിയില്ല. സഹോദരങ്ങളെ, ഇത്രമേൽ ഒരു ന്യൂനതകളുമില്ലാതെ ഒരു നേതാവിനെ നമുക്ക് കിട്ടുമ്പോൾ ആ നേതാവിനെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണ്ടേ? വേണോ വേണ്ടയാ? നിങ്ങളൊന്ന് പറയ്. സത്യം തന്നെ വർത്താനം പറയാൻ പറ്റാതെ വന്നു. ഇപ്പൊ എന്തോ നബിയങ്ങളുടെ ബറക്കത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ബറക്കത്തോട് ഞാൻ വാ തുറന്നാണ്. അല്ലെ മിണ്ടിയ ചുമയ്ക്കും. ആ ഒരവസ്ഥയിൽ അവിടുത്തെ പുസ്തകം കഴിഞ്ഞു വന്നിട്ട് ഒരു 15 മിനിറ്റ് കൂടുതൽ ഞാൻ പറയില്ല ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഹൃദയത്തിൽ റസൂലുള്ളാഹ് ഉണ്ടാവണം. ഇനി ഒന്നും വേണ്ട, നമ്മുടെ കൺമുമ്പിലെങ്കിലും മരിക്കണതിന് മുമ്പൊന്ന് കാണണ്ടേ? മരിക്കണതിന് മുമ്പൊന്ന് കാണണ്ടേ? ഒന്ന് ആഗ്രഹമുള്ളവർ പറയും, മനുഷ്യന്മാരെ നിങ്ങളിതിനെ ഉറക്കം തൂങ്ങിയിരിക്കാതെ കാണണ്ടേ? മരിക്കണതിന് മുമ്പ് നമ്മളൊരാളെ കണ്ടിട്ട് തിരിച്ച് ഇത് റസൂലുള്ളാഹ് എങ്ങനെ തിരിച്ചറിയും സല്ലല്ലാഹു അലൈഹി വസല്ലം? ഏതായാലും അശ്റക്ക പാടി മദിഹിൽ അലിഞ്ഞ് പ്രണയം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയും. ഒരു 3 സലാത്ത് ഉറക്ക ഒരാൾ പോലും ചെല്ലാതിരിക്കരുത്. ഒരു 3 സലാത്ത് ഉറക്ക ചില സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ സ്വലാത്തുകളെ സ്വീകരിക്കട്ടെ. ഒരല്പനേരം എല്ലാ ചിന്തകളും വിട്ട്, എല്ലാ സ്മൃതികളും വിട്ട്, എല്ലാ ടെൻഷനുകളും മാറി, ഹൃദയത്തിൽ നിന്ന് എല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കാലിയാക്കിയ നന്നായിട്ട്. ഭാര്യ മറന്നേക്ക്, മക്കളെ മറന്നേക്ക്, നാട് മറന്നേക്ക്, വീട് മറന്നേക്ക്, കച്ചവടം മറന്നേക്ക്,
എല്ലാവരും ഭാര്യയെ മറന്നേ കൂടെ കൊണ്ടുപോയവർ ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകണം. അത് കേസ് പേശെടുക്കൂല. കച്ചവടം എല്ലാം വിട്ടേക്ക്, എന്നിട്ട് ഹൃദയത്തെ കാലിയാക്ക്. നല്ല കാലിയായ പോക്കറ്റിലെ പൈസ വരൂ. ക്യാ കരൂ മേരെ ജോലി ഹെ ഖാലി. കാലിയാക്കിയ എന്നിട്ട് അജുമാനിലല്ലാന്നെന്ന് കരുത്. എന്നിട്ടൊരൽപ്പനേരം നമ്മുടെ എല്ലാ ചിന്തകളെയും ഈ ഭൗതികമായ ലോകത്തിന്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് നടത്തി മാറ്റി നമ്മുടെ ഹൃദയത്തിനെ കാലിയാക്കി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണകളിലേക്ക് നമ്മുടെ കൽബിനെ ഒന്ന് കൊണ്ടുപോയി നോക്ക്. അവസാനം ആ രൂപത്തെ ഒന്ന് കണ്ണില് കനവ് കാണണമെന്ന് ആഗ്രഹമുണ്ടാക്ക്. എല്ലാം മറന്നേക്ക്. എന്നിട്ട് അവിടുത്തെ നടത്തമൊന്ന് ആലോചിച്ചു നോക്ക്. ഒരൽപ്പനേരെ ശാന്തമായി കണ്ണിനെ ഒന്ന് അടച്ചു നോക്ക്. എന്നിട്ട് അവിടുത്തെ നടത്തമൊന്ന് ആലോചിച്ചു നോക്ക്. അവിടുത്തെ ഇരുത്തമൊന്ന് ആലോചിച്ചു നോക്ക്. അവിടുത്തെ ജീവിതം, അവിടുത്തെ രാവെങ്ങനെ, അവിടുത്തെ പകലെങ്ങനെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തമൊന്ന് ഇങ്ങനെ ആലോചിച്ചു നോക്ക്. നമ്മുടെ ഉമ്മയായ ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല പറയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു വരുന്നത് കണ്ടാൽ ഉയർന്ന ഒരു ഭാഗത്ത് നിന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ താഴോട്ടൊഴുകി വരുന്നത് പോലെ കന്നഹു യക്ലഉ റിജ്ല വയലാഹാ. ഒരു കാലെടുത്ത് മുമ്പോട്ട് വെച്ചാൽ അടുത്ത കാലെടുത്ത് വെക്കുന്നത് സമീകൃതമായ അകലത്തിലാ. എന്റെ ഹബീബ് നടന്നു വരുന്നത് കണ്ടാൽ ഉയർന്ന ഭാഗത്ത് നിന്നുമല്ല താഴോട്ട് വരുന്നത് പോലെ എന്റെ ഹബീബിന്റെ കാൽപ്പാടത്തിന്റെ താഴെ വളവുകളില്ല, പൊളവുകളില്ല. എന്റെ ഹബീബിന്റെ കാൽപ്പാടത്തിന്റെ താഴെ മാംസം ഉയരുകയോ താഴുകയോ ഇല്ല. എന്റെ ഹബീബിന്റെ കാൽവിരലുകൾ മുഴുവനും ദൃഢമായ കാൽവിരലുകളാ. ആ വിരലുകൾ ഒരു ഭാഗത്തും കുനിഞ്ഞതല്ല, എന്തെങ്കിലും അഭംഗിയുള്ളതല്ല. എന്റെ ഹബീബിന്റെ കൽപ്പാടത്തിന് മുകളിൽ വെള്ളമൊഴിച്ചാൽ ആ വെള്ളം മുഴുവനും ഒരു തുള്ളി പോലും തട്ടി നിൽക്കാതെ ആ വെള്ളം ഇങ്ങനെ ഹബീബിന്റെ വിരലുകൾക്കിടയിലൂടെ താഴോട്ട് വീഴാറുണ്ട്. എന്റെ ഹബീബിന്റെ കാൽത്തണ്ടകളോ, ആ കാൽത്തണ്ടകളിൽ ഒരു അടയാളങ്ങളില്ല, അശ്ലീലമായ ഏതെങ്കിലും ഒരു പോറലുകളില്ല. എന്റെ ഹബീബിന്റെ കാൽത്തണ്ട വെണ്ണ കടഞ്ഞെടുത്തതുപോലെയുള്ള കാൽത്തണ്ടകളാ. എന്റെ ഹബീബിന്റെ മുഖമോ, ആ ഹബീബിന്റെ മുഖം 14-ാം പൗർണമിയെ പോലെ പ്രശോഭിതമാ. എന്റെ ഹബീബിന്റെ മൂക്ക് ഉയർന്ന നാസികയാ. എന്റെ ഹബീബിന്റെ ചുണ്ടുകൾ ചെമ്പകപ്പൂ തേനിതളതരങ്ങളാ. എന്റെ ഹബീബിന്റെ പല്ലുകൾ പല്ലുമുട്ട പോലെ വെളുവെളുത്ത പല്ലുകളാ. ആ പല്ലുകൾക്കിടയിൽ ചെറിയ ഒരു വിടവുണ്ട്. ആ വിടവിലൂടെ ഒരു പ്രകാശം കടന്നു വരുമ്പോ പാൽക്കോവ പോലെ ഒരു പ്രകാശം വിരലുകൾക്കിടയിലൂടെ കടന്നു വരാറുണ്ട്. എന്റെ ഹബീബിന്റെ ശരീരം മുഴുവനും രോമാവൃതമല്ല, എന്നാലും നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് പൊക്കിൾ കൊടി വരെ രോമത്തിന്റെ ഒരു ചെറിയ നിരയുണ്ടേ. എന്റെ ഹബീബിന്റെ നെറ്റിത്തടം ഉയർന്ന നെറ്റിത്തടമാണ്. എന്റെ ഹബീബിന്റെ കണ്ണിമാൻപേട ഇടക്കണ്ണുകളാണ്. എന്റെ ഹബീബിന്റെ വിയർപ്പിന് സുഗന്ധമാണ്. എന്റെ ഹബീബിന്റെ ഉമിനീര് പോലും സ്വർഗം സുഗന്ധമാണ്. എന്റെ ഹബീബ് ഇതേവരെ ഒരാളോടും കോപിച്ചിട്ടില്ല. എന്റെ ഹബീബിന്റെ സദസ്സിൽ ഒരാളോടും ഇതേവരെ ചീത്ത പറഞ്ഞിട്ടില്ല. ആ നാവ് കൊണ്ട് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ല. എന്റെ ഹബീബ് സംസാരിക്കാൻ നിന്നാലോ എല്ലാ അക്ഷരങ്ങളും സ്ഫുടമായ അക്ഷരങ്ങളാ. സ്പഷ്ടമാവാത്ത ഒരു വാക്ക് പോലും എന്റെ ഹബീബ് ഇതേവരെ പറഞ്ഞിട്ടില്ല. എന്റെ ഹബീബിന്റെ തലയോ, എന്റെ ഹബീബ് ഏതെങ്കിലും ഏറ്റവും ഉയർന്നമുള്ള ആളല്ല, ഏറ്റവും കുറിയ ആളുമല്ല. എന്നാലും ഏതെങ്കിലും ഒരു സദസ്സിലിരുന്നാൽ ഏറ്റവും ഉയർന്നത് എന്റെ ഹബീബിന്റെ ശിരസ് തന്നെ. ഉള്ളു ചുകന്ന വെള്ള നിറം നബി നീണ്ടവരല്ല അറിവീൻ. അല്ല കുറിയവർ നല്ല തടി മുഖം വട്ടനിലാവേ. അധികം ഉയരമുള്ളവരല്ല, അധികം കുറിയവരല്ല,
എന്റെ ഹബീബിന്റെ തലയോ അതെപ്പോഴും പ്രകാശപൂരിതമാ. എന്റെ ഹബീബിന്റെ ശിരസിന്റെ മുടി ജട പിടിച്ചതല്ല, കെട്ടിപ്പിണഞ്ഞതല്ല. എന്റെ ഹബീബ് ആ മുടി ചിലപ്പോഴും പുറകിലോട്ട് ഇങ്ങനെ ചീരി വെക്കാറുണ്ട്. ആ മുടിയുടെ അഗ്രഭാഗം തോളിലേക്ക് തൂങ്ങിക്കിടക്കാറുണ്ട്. ചിലപ്പോൾ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ പകുത്തിട്ട് ഇടയിലൂടെ ഒരു വെള്ള വര ഇങ്ങനെ എന്റെ ഹബീബിന്റെ ശിരസിൽ വരാറുണ്ട്. എന്റെ ഹബീബായ നബി തങ്ങൾ ആ തലയിൽ എണ്ണ തേക്കാറുണ്ട്, സെയ്ത്തെണ്ണ. ചിലപ്പോൾ സെയ്ത്തെണ്ണ തലയിൽ തേക്കും. എന്നിട്ടൊരു തൂവാലെടുത്ത് തലയിങ്ങനെ മെല്ലെ മറച്ചു വെക്കും. ആ മുടിയടകളിലൂടെ സെയ്ത്തിന്റെ എണ്ണ ഇങ്ങനെ ഇറ്റി വീണ് എന്റെ ഹബീബ് വരുന്നത് കണ്ടാൽ, എന്റെ ഹബീബിന്റെ വസ്ത്രം കണ്ടാൽ കഅന്ന സൗബഹു സൗബു സയ്യാത്തിൻ, ആ കുപ്പായം ഒരു എണ്ണക്കച്ചവടക്കാരന്റെ കുപ്പായം പോലെ. എന്റെ ഹബീബ് ജയറാനയിൽ വെച്ച് ഉംറ നിർവഹിക്കാൻ വേണ്ടി ഉംറയുടെ ഇഹ്റാം വസ്ത്രം കെട്ടാൻ മേൽമുണ്ടെടുത്തങ്ങ് മാറ്റിയപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ ഹബീബിന്റെ കഴുത്ത് ഞാൻ കണ്ടു. അതൊരു വെള്ളിയുടെ പ്രതിമ പോലെ, അത് കുഴിഞ്ഞിട്ടില്ല, വളഞ്ഞിട്ടില്ല. എന്റെ ഹബീബിന്റെ മുതുക് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു നിന്നുപോയി എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല പറയുകയാ. സഹോദരങ്ങളെ, നിങ്ങൾ ആ ശരീരത്തെ നെഞ്ചിലൂടെ ഇങ്ങനെ രോമങ്ങൾ വീറിയിട്ട് ആ ശരീരത്തെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. മൊഞ്ച് തികഞ്ഞൊരു പുണ്യ ശരീരം, നെഞ്ച് വിടന്നൊരു മോഹന താരം, പുഞ്ചിരി തൂകിലെന്തലങ്കാരം. ആ ഹബീബിന്റെ പുഞ്ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഹബീബ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വീട്ടിൽ ഞാൻ സൂചി തയ്ച്ചു കൊണ്ടിരിക്കുമ്പോ സൂചി താഴെ വീണു പോകും. എന്റെ ഹബീബ് പുഞ്ചിരിക്കുമ്പോ ആ പല്ലിന്റെ വെളിച്ചത്തില് ഞാൻ എന്റെ ഹബീബിന്റെ പല്ലിന്റെ വെളിച്ചത്തില്, പുഞ്ചിരിയുടെ വെളിച്ചത്തില് ഞാൻ സൂചി കണ്ടെടുക്കാറുണ്ട്. ഇങ്ങനെ സഹോദരങ്ങളെ, എഴുതിയും പറഞ്ഞും ഈ ചരിത്രകാരന്മാരും പ്രവാചക ഭാര്യമാര് സഹാബത്ത് നമ്മോട് പറഞ്ഞു തന്ന ഹബീബായ നബി തങ്ങളുടെ ചിത്രമൊന്ന് മനസ്സിൽ നോക്ക്. എന്നിട്ട് ഈ റബീ അവസാനിക്കുമ്പോ ഞാൻ അവസാനിപ്പിക്കാൻ ഒരൊറ്റ പ്രമേയത്തിൽ നമുക്ക് നിൽക്കാം. പുണ്യ റസൂൽ പ്രകൃതവും പ്രഭാവവും, ആ പ്രകൃതമാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും മനസ്സിലൊന്ന് ആലോചിച്ചു നോക്ക്. എന്നിട്ട് പറയൂ, യാ റസൂലല്ലാഹ്, ഈ പാപികൾക്ക് നബിയെ നൂറ്റാണ്ടുകളില്ല, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന അങ്ങയുടെ പേരക്കുട്ടി തിരികൊളുത്തി തന്ന ഈ പ്രസ്ഥാനത്തിന്റെ പുറകില് ഊണും ഉറക്കവും ഒഴിച്ച് ഞങ്ങൾ ഇരുന്നപ്പോ ഞങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു പൂതിയേയുള്ളൂ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്വപ്നത്തിലൊന്ന് വരണേ ഹബീബേ, ഞങ്ങളുടെ സ്വപ്നത്തിലൊന്ന് വരണേ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു യോഗ്യതയുമില്ല. മാലി സിവാഹു ബിലദൈക വസീലതുൻ ഫളിലി ജൂദിക സുഅദി. ഈ ഓതിയ മൗലിദും ഈ മോദിയ മധുഹും ഈ സയ്യിദന്മാരെ ബഹുമാനിച്ചതും അങ്ങയുടെ പേരക്കുട്ടികളുടെ പുറകെ ഇങ്ങനെ തണല് പോലെ നടന്നതുമല്ലാതെ അങ്ങയുടെ മുമ്പിൽ വെക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഹംസ റളിയല്ലാഹു തആല കൈ കരൾ കടിച്ചു മുറിച്ചു വിട്ടത് ഹബീബിന് തണലൊരുക്കിയപ്പോഴാണ്. ഹബാബ് ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കിലേറ്റിയത് ഹബീബെ അങ്ങേക്ക് വേണ്ടിയാണ്. തൽഗത്ത് ബിൻ ഉബൈദയുടെ നെഞ്ചിൽ അമ്പ് തുളച്ചു കയറിയത് ബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഞങ്ങളുടെ കാൽപ്പാദത്തിലൊരു മുള്ളുപോലും ഇതേവരെ തറച്ചിട്ടില്ലയാ റസൂലല്ലാഹ്. ഈ പാപികൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പറയാനും പാടാനും അല്ലാതെ കഴിയില്ലല്ലോ. കൽബ് തുറന്നിട്ട് കണ്ണീര് വന്നതാണ് നബിയെ. കരയരുതെന്ന് എന്റെ കണ്ണിനോട് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ അത് കരയാതിരിക്കണ്ടേ. ഫമാലി ഐനൈക ഇൻ ഖുൽതസ്തഫിക് യഹിമി, കരയല്ലേ കണ്ണേന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്റെ കണ്ണ് അനുരാഗത്താൽ കരയുകയാണ്. യാ റസൂലല്ലാഹ്, ഈ മോഹപ്പക്ഷി പ്രണയപ്പക്ഷി വീണ്ടും പാടുകയാണ്. ആ മദീനത്തെ ബഹുമാനപ്പെട്ട സയ്യിദോര് പറഞ്ഞതുപോലെ അമ്പരചുംബികളായ പള്ളികൾ സന്മാർഗരഹിതമായി മാറുന്ന കാലത്ത് ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ മഴ പെയ്താൽ വെള്ളം പൂർന്നിറങ്ങുന്ന അങ്ങയുടെ മസ്ജിദുൻ നബവിയിൽ വന്ന്
ഒരു ബാങ്ക് വിളിക്കണമെന്ന് ഈ അഹമ്മദ് കബീറിന് ആഗ്രഹമുണ്ട്. പക്ഷേ അബ്ദുല്ലാഹിബിൻ മക്തൂം റളിയല്ലാഹു അൻഹു മാറി തരില്ലല്ലോ. അങ്ങ് സുബഹി ബാങ്ക് വിളിക്കുന്ന നേരത്ത് അങ്ങയുടെ ചാരത്ത് വന്ന് ഒരു ബാങ്ക് വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മാറി തരില്ലല്ലോ. അങ്ങയുടെ ചെരുപ്പും പിടിച്ചു പുറകെ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് പിടിവിടില്ലല്ലോ. രാത്രിയിൽ അങ്ങേക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ വെള്ളം ചൂടാക്കി നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സൗബാൻ ഒന്ന് സമ്മതിച്ചിട്ട് വേണ്ടേ റളിയല്ലാഹു അൻഹു. ആ ചാരത്ത് വന്ന ഏത് പൂമ്പാറ്റയാണ് പിന്നെ അകലേക്ക് പോകുന്നത്? അങ്ങയുടെ ഇടത്തും വലത്തും ഉമറും സിദ്ദീഖും പോലെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരാര് സമ്മതിക്കില്ലല്ലോ റസൂലല്ലാഹ്. അതുകൊണ്ട് ഇനി എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞങ്ങൾക്കെല്ലാവർക്കും ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഇതൊന്നും സാധിക്കില്ല, അഹങ്കാരമാണെന്നറിയാം. നാളെ കൊടിയും പിടിച്ച് ലിവാഉൽ ഹംദും പിടിച്ചുകൊണ്ട് അങ്ങയുടെ ആശിക്കീങ്ങളുമായി അങ്ങ് സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ പോകുമ്പോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആശിക്കീങ്ങൾ അങ്ങയുടെ ലിവാഉൽ ഹംദിന്റെ പുറകിൽ നിൽക്കുമ്പോ അങ്ങ് പോകുന്ന വഴിയിൽ വന്ന് ഞാൻ കിടക്കും നബിയേ. അങ്ങ് പോകുന്ന വഴിവക്കിൽ ഞാൻ വന്ന് കിടക്കും. പോകുന്ന വഴിയിൽ അങ്ങ് കാലുകൊണ്ടെന്ന് തട്ടിയാൽ പാതി വഴിയിൽ വീണ് കിടക്കുന്നവനെ അങ്ങ് അവഗണിച്ചു പോയിട്ടില്ലല്ലോ യാ റസൂലല്ലാഹ്. ആ പോകുന്ന വഴിയിൽ അങ്ങയുടെ കാലുകൊണ്ടൊന്നൊരു തട്ട് കിട്ടിയാൽ അങ്ങ് തട്ടിയവനെ പിന്നെ പുറകെ വരുന്ന സിദ്ദീഖ് തട്ടാതിരിക്കില്ലല്ലോ, ഫാറൂഖ് റളിയല്ലാഹു അൻഹു തട്ടാതിരിക്കില്ലല്ലോ. ഹബീബായ നബി തങ്ങൾ തട്ടിയതല്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തട്ടാതിരിക്കില്ലല്ലോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തട്ടാതിരിക്കില്ലല്ലോ. പോകുന്ന വഴിയിൽ ഇമാം ബൂസൂരി റഹിമഹുല്ലാഹ് കാലുകൊണ്ടൊന്ന് തൊടാതിരിക്കില്ലല്ലോ, ഇമാം സുബ്കി റഹിമഹുല്ലാഹ് തൊടാതിരിക്കില്ലല്ലോ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അങ്ങയുടെ ആശിക്കില് ഇഷ്കിലലിഞ്ഞു പോയ ആയിരക്കണക്കിന് ആളുകളുടെ കാലുകൊണ്ട് തട്ടിപ്പോകുമ്പോ ആ പോകുന്ന വഴിയിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളെന്നെ മെല്ലെ ഒന്ന് ആ കാലുകൊണ്ടൊന്ന് തട്ടണം. കണ്ണിയത്തോര് തട്ടാതിരിക്കില്ലല്ലോ, ശംസുൽ ഉലമ തട്ടാതിരിക്കില്ലല്ലോ. നബിയെ, ആ ഒരൊറ്റ ആഗ്രഹത്തിലാണ് അങ്ങയുടെ റബീഇൽ ഈ പാതിരാത്രിയിൽ ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മപ്പടയണിയുടെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഞങ്ങൾ പാടിയത്, ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ കേട്ടത്. ഇവിടെ എത്രയോ സയ്യിദന്മാർ ഈ സദസ്സിലേക്ക് വരാൻ ആരോഗ്യപരമായിട്ട് എനിക്ക് കഴിയുമായിരുന്നില്ല. തങ്ങളാണ് ശുഐബ് തങ്ങളാണ് വിളിച്ചത്. ബാക്കവി സയ്യിദുൽ ഉലമ അന്വേഷിക്കുന്നുണ്ട്. അല്ലാഹു ആ ബന്ധത്തെ സ്വർഗം വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. സയ്യിദോർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സയ്യിദുൽ ഉലമ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. സദസ്സിലോട്ട് വന്ന് കയറിയപ്പോ ഞാൻ ആഗ്രഹിച്ചു പോയി, മുമ്പിൽ ഒരു നിര മുഴുവന് സയ്യിദന്മാരാണ്. അവരുടെ ഇടയിലൊന്ന് വന്നിരുന്നാൽ ഈ ഫക്കീറിനു വജുദിലി ബിഅഫ്വിക ഹാനൽ ഫഖീറു, നബി അങ്ങയുടെ കുടുംബത്തിന്റെ വഴിയിൽ പോലും വരാൻ ഭാഗ്യം കിട്ടാത്ത ഈ ഹതഭാഗ്യർക്ക് അവരോടുള്ള സാമീപ്യവും വസീലയാണല്ലോ. അല്ലാഹുവേ, ഇതിലൂടെ ഞങ്ങളെ നീ സ്വർഗത്തിലെത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കൊന്നുമില്ല, അമലില്ല, ഇൽമില്ല, ഒന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു കൽബുണ്ട്, ആ കൽബിൽ അങ്ങയുണ്ട് യാ റസൂലല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹും അവൻ്റെ ഹബീബുമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തിൻ്റെ മുഴുവൻ പുഴുക്കുത്തുകളുടെ ഇടയിൽ, ആക്രോശങ്ങളുടെ ഇടയിൽ ഈ വരുന്ന യുവാക്കൾ, ബിസിനസ്സുകാർ, ഇവരൊക്കെ സമയം ചെലവഴിച്ച് ഇവിടെ വന്നത് അങ്ങയോടുള്ള ഹുബ്ബ് കൊണ്ടാണ്. ആ പോണ വഴിയിൽ നമുക്ക് കിടക്കാം. ഇവരാരെങ്കിലുമൊക്കെ തട്ടി 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 നമ്മളവിടെ എത്തും. അള്ളാഹു നമ്മളവിടെ എത്തിക്കട്ടെ എന്ന ദുആയോടെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടത് ഇൻഷാ അല്ലാ നമുക്കത് ഓരോന്നായിട്ട് ഏറ്റെടുക്കണം. കൊൽക്കത്തയിൽ, കർണാടകയിൽ, ഉത്തർപ്രദേശിൽ ഞാനവിടെ പോയി നേരിട്ട് കണ്ടാളാണ്. ഞാൻ ആ ചിത്രം കാണുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. സഹോദരങ്ങളെ, ഓരോ ബിസിനസ്സുകാരോട് ഞാൻ പറയണം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരെണ്ണം നിങ്ങൾ ഏറ്റെടുക്കണം. യഥാർത്ഥത്തിൽ ഏറ്റവും അർഹതയുള്ളൊരു സ്ഥലമാണ്. ഒരെണ്ണത്തിന് ഏതാണ്ട് 10 ലക്ഷം രൂപ ഒരു CLC അല്ലേ, 7 ലക്ഷം.
ഓരോ കമ്മിറ്റികളും അതോടൊപ്പം തന്നെ ഓരോ ബിസിനസ്സുകാരും. എന്തുണ്ട് സഹോദര, എൻ്റെ കൊല്ലം ജില്ലയ്ക്കടുത്ത് ആലപ്പുഴയിൽ മക്കയിൽ ദീർഘകാലം പ്രവാസിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം മകളുടെ കല്യാണം ഉറപ്പിച്ച് ആ കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി മകൾ പറഞ്ഞു ഉപ്പ വന്നാലേ ഞാൻ ഡ്രസ്സ് എടുക്കും. അങ്ങനെയാണല്ലോ പെമ്മക്കൾ, അങ്ങനെയാണ്. മകളെയും കൂട്ടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോണ വഴിക്ക് കാറ് ട്രക്കുമായി അടിച്ചു. വാപ്പയും മകളും മരിച്ചു. കല്യാണത്തിന് പുടവെടുക്കാൻ പോയ വാപ്പയും മോളും വെള്ളത്തുണ അടിഞ്ഞ് വീടിൻ്റെ മുമ്പിൽ. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. നല്ല ദീനീ പ്രവർത്തകനാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ആ മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇത്രയും പേര് അദ്ദേഹത്തിന് ആമീൻ പറഞ്ഞത് ജീവിതത്തിൽ അയാൾ സുഹൃതം ചെയ്തു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അലി ഉസ്താദ് എന്നെ ഏറ്റവും സ്നേഹിച്ച ഒരാളാണ്. ഞാൻ ഏറ്റവും സ്നേഹിച്ച ആളാണ് അലി ഉസ്താദ്. അലി ഉസ്താദിനെ ഇപ്പോഴും നമ്മളിവിടെ ഓർക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ ചെയ്ത സുഹൃതത്തിൻ്റെ പേരിലാണ്, അദ്ദേഹം ചെയ്ത നന്മയുടെ പേരിലാണ്. അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ, അജ്മാൻ സമസ്തയുമായി SKSF-ആയി അദ്ദേഹം ബന്ധപ്പെട്ടില്ലായിരുന്നെങ്കിൽ, അവരൊക്കെ നടന്ന വഴി സുഹൃത്തുമാണ്. നാളെ ഷുഹൈബ് തങ്ങൾ ഓർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഈ സയ്യിദന്മാരെയൊക്കെ ഓർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സയ്യിദുൽ ഉലമയെ ഓർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മളൊരു നന്മയുടെ കൂടെ നിൽക്കുമ്പോഴാണ്. ബിസിനസ്സുകാരെ 7 ലക്ഷം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊരു വലിയ പൈസയൊന്നുമല്ല. നമ്മൾ പറയും സാമ്പത്തികമായി ഇപ്പോൾ ബിസിനസ്സൊക്കെ ഭയങ്കര തകർച്ചയിലാണ്. എന്നാൽ നാട്ടിൽ ഡിഫൻഡർ ഇറങ്ങണതിന് ഒരു കുറവില്ല. നിങ്ങൾ ആ ഡിഫൻഡറിൻ്റെ പേജൊന്നും എടുത്ത് നോക്ക്. നാട്ടിൽ ഡിഫൻഡർ ഇറങ്ങാൻ ചോദിച്ച എല്ലാവരും പറയും ഉസ്താദ് ടൈറ്റാണ്. പക്ഷേ ഡിഫൻഡർ ഇറങ്ങണതിന് ഒരു കുറവില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സുഹൃത്തുമാണ്. നമുക്ക് ഓരോന്നായിട്ട് ഏറ്റെടുക്കണം. അങ്ങകലെ ഉത്തർപ്രദേശിൽ അവരൊക്കെ പഠിച്ചു വന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മയായിട്ട് അവർ മാറും. നമ്മുടെ വലിയ ഡെപ്പോസിറ്റായിട്ട് മാറും. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടി എല്ലാവരും തയ്യാറല്ലേ? ബിസിനസ്സുകാരിനെ അതിന് പറ്റാത്തവർ 7 പേര് ഒരുമിച്ച് കൂടണം. 7 ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിട്ട് ഓരോ ലക്ഷം വെച്ചിട്ടിട്ട് ഞങ്ങൾ 7 പേര് ഒരെണ്ണം ഏറ്റെടുക്കും. എൻ്റെ 1 ലക്ഷം രൂപ ആരും അറിയാത്തടുത്ത്, ഞാൻ പറയണതേ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത ആളാ. എങ്ങനെ വകു പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താ പറയുക, നമ്മൾ ഏത് സദക്ക കൊടുത്താൽ ഇവിടെ വിളിച്ചു പറയും, അല്ലേ രസീതിൽ കാണും. ആരും അറിയാത്തൊരു സദക്ക നമുക്ക് വേണം. നമ്മൾ പടച്ചോന് മാത്രമേ അറിയൂ. ഉത്തരേന്ത്യയിൽ ഏതോ ഒരു ഗ്രാമത്തിൽ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു 7 പേര് കൂടി എന്നിട്ട് സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾ 7 പേര് കൂടി ഇൻഷാ അല്ലാഹ് ഒരു CLC ഞങ്ങൾ ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ 3 പേര് 2 പേര് കൂടി ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. 1,50,000 ഒക്കെയായി SKSF-ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം. അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മളിവിടെയൊക്കെ കൊടുത്തതുപോലെ ധാരാളം കുട്ടികളുണ്ട്. ഞാൻ പോയി കണ്ടാണ്. ഒരു ഹിഫ്ള് കോളേജിൽ പോയി ഞാനവിടെ. പെൺകുട്ടികളുടേതാണ്. നമ്മുടെ ഈ തക്കാളി കൊണ്ടുവരുന്ന പെട്ടിയിൽ അതിൻ്റെ പലക വെച്ച് അടച്ചതാണ് അവിടുത്തെ മൂത്രപ്പുരയും ബാത്റൂമും കിടക്കണ സ്ഥലവും ഒക്കെ. ആകെ നമ്മളവിടെ പോയാൽ ഈ ഒരു സ്റ്റേജിൻ്റെ ഇത്രയേ ഉള്ളൂ. ബാത്റൂമിൽ പോകാൻ പെൺകുട്ടികൾക്ക് മറയുള്ളൊരു ബാത്റൂമില്ല. തക്കാളിപ്പെട്ടി അടിച്ചിട്ട് അതിന് മുകളിൽ ഷീറ്റിട്ടിരിക്കുകയാണ്. അങ്ങനെ ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എൻ്റെ വയൽ കേൾക്കുന്നവർ, എപ്പോഴും കേൾക്കാനെത്തുന്നവർ, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ SKSF-ൻ്റെ കൂടെ നിൽക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതേപോലെ സുപ്രഭാതം, നമ്മുടെ മുസ്തഫ മാഷ് വന്നിട്ടുണ്ട്. നമ്മുടെ പത്രമാണ്. സുപ്രഭാതം വരുത്തുമ്പോൾ ഒരു പത്രവുമായി അതിൻ്റെ കൂടെ നമ്മുടെ നിലപാടിൻ്റെ, നമ്മുടെ ആദർശത്തിൻ്റെ ഒരടയാളവും കൂടിയാണ്. അതൊരു സദക്ക കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും സുപ്രഭാതത്തെ എടുക്കുകയും വരിക്കാരാവുകയും നമ്മുടെ പരിചയക്കാരോടത് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അശ്റക്ക പാടി സയ്യിദുമാർ ദുആ ചെയ്യും. അള്ളാഹു എല്ലാവിധ റാഹത്തും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നമ്മോട് ഇവിടെ പറഞ്ഞ അഷറഫ് സാഹിബ് ചെറുകുന്ന്, അദ്ദേഹത്തിൻ്റെ സ്മരണക്കായി അദ്ദേഹത്തിൻ്റെ റൂമിലുള്ള സഹോദരങ്ങൾ 4000 വെള്ളമാണ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ SKSF കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാരിലൊരാളായ സാദിഖ് കടാച്ചിരയുടെ ഇളയപ്പ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി സംഭാവന നൽകിയ ഒരുപാട് സ്ഥാപനങ്ങൾ, അതുപോലെ വ്യക്തികൾ, എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ അവസാന ദുആയിൽ